Good evening today, and I welcome you to our 7th annual day celebrations. എല്ലാ തവണയും ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം കൊണ്ട് തന്നെ തുടങ്ങാം. അൽഫജർ എന്നുള്ള പേര് എത്ര പേർക്ക് അതിൻ്റെ അർത്ഥം അറിയാം? ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ അല്ല, ഒരു ക്വിസ് കോമ്പറ്റീഷനും അല്ല. അൽഫജർ എന്നുള്ള പേര് ഞാൻ എൻക്വയറിക്ക് വരുന്ന ഫസ്റ്റ് ടൈം പാരൻസിനും കണ്ടിന്യൂയിങ് പാരൻസിനും ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ള സംഗതിയാണത്. അറബിക് ലാംഗ്വേജിലെ ഒരു വാക്കാണ്, ഒരു ടേമാണത്, ടെർമിനോളജി. അൽഫജർ എന്ന് പറഞ്ഞ സൂര്യോദയം, ഏർലി മോർണിംഗ് ടൈം, സൺറൈസ്. അപ്പോൾ ഞങ്ങളുടെ ലീഡ് ടീം ഒരു പേരിന് വേണ്ടി ഓടി നടക്കുമ്പോൾ, അർത്ഥവത്തായ ഒരു പേരിന് വേണ്ടി നോക്കുമ്പോഴായിരുന്നു കിട്ടിയത് സുപ്രഭാതത്തിൽ വിരിയുന്ന പൂമുട്ടുകൾ. അതാണ് നമ്മളെ കുഞ്ഞുങ്ങൾ. അപ്പോൾ അത് ഇംഗ്ലീഷിലേക്ക് ആക്കിയതാണ് അൽഫജർ ബ്ലൂമിംഗ് ബഡ്സ്. ദ ബഡ്സ് വിച്ച് ആർ ബഡ് ഓർ ദി ബ്ലൂമിംഗ് ടൈം ഫോർ ദ ബഡ്സ്. ആ സൺറൈസിൻ്റെ ടൈമാണ് ഇല്ലേ? കുഞ്ഞുങ്ങൾക്ക് 2.5 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള ആ ബ്ലൂമിംഗ് ടൈമിന് ഞങ്ങൾ സഹായിക്കുന്നുള്ളൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സഹായത്തിനായിട്ടുള്ള ഒരു പ്രീ സ്കൂൾ പ്രൊവൈഡേഴ്സാണ്. ആ ഒരു അർത്ഥവത്തായിട്ടുള്ളൊരു പേരാണ് കൊടുത്തിരിക്കുന്നത്. അതിന് അന്വർത്ഥമായിട്ടുള്ള രീതിയിലാണ് ഞങ്ങൾ പെരുമാറിയിട്ടുള്ളതെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. നിങ്ങളെ കുഞ്ഞുങ്ങൾക്ക് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് നന്മ കിട്ടിയിട്ടുണ്ടെന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് എൻ്റെ ഈ സംസാരം. വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്ന ആ ആപ്തവാക്യവും ഞങ്ങൾ എപ്പോഴും നയിച്ചിട്ടുള്ളതാണ്. ഏതൊരു കാലഘട്ടത്തിലും എപ്പോഴും എല്ലാ തവണയും എന്തൊക്കെ സംഭവിച്ചാലും ഒരു ക്ഷതമേൽക്കാത്ത ഒരു അസറ്റാണ് വിദ്യാഭ്യാസം. നമ്മളെ ശരീരത്തിൽ ജീവൻ നിൽക്കുന്നിടത്തോളം കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സമ്പത്താണ് വിദ്യ. ആ വിദ്യ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഫണ്ടമെൻ്റൽസ് പറഞ്ഞു കൊടുക്കുന്ന ഒരു സ്കൂളാണ് ഞങ്ങളുടെ സ്കൂള്. അതിൻ്റെ ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഞങ്ങളെ കോ പാർട്ട്നേഴ്സ് ഓർ റോവിങ് അംബാസഡേഴ്സ് ആണ് പാരൻസ്. സോ ഐ വൺസ് അഗെയിൻ വെൽക്കം യു ടു ദിസ് ഓസ്പീഷ്യസ് ഡേ. ഞങ്ങൾ എല്ലാ വർഷവും ഈ ഫണ്ടമെൻ്റൽസ് പറഞ്ഞു കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന കുറച്ച് ഐഡിയാസ് ഫ്രം റിസർച്ച്, ഈ ബിഹേവിയറൽ സയൻസ് സൈക്കോളജിസ്റ്റിൻ്റെ റിസർച്ച് പേപ്പറിൽ നിന്ന് കിട്ടുന്ന കുറച്ച് ഐഡിയാസൊക്കെ ഞങ്ങൾ ഉപകരിക്കാറുണ്ട്. ഇത്തവണ കിട്ടിയിരിക്കുന്ന 2-3 ഐഡിയാസിലുള്ള ഒന്നാണ് ആസ്ക് ഫോർ ഹെൽപ്പ്, ആസ്ക് ഫോർ അസിസ്റ്റൻസ്. നമ്മൾ വളർന്ന് വലുതായി നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആകുമ്പോൾ നമുക്കെല്ലാം ചെയ്യാവുന്നൊരു തോന്നലുള്ള കാലത്തോളം കാലം നമ്മൾ ഹെൽപ്പ് ചോദിക്കാനായിട്ട് നമ്മൾ ചിന്തിക്കാറില്ല. പക്ഷേ ഈ സൈക്കോളജിക്കൽ ആസ്പെക്റ്റിൽ വെച്ച് നോക്കുമ്പം നമ്മളെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനും നമ്മളെക്കാളും പ്രായം കുറഞ്ഞവരെയും അല്ലെങ്കിൽ സമൂഹത്തിൽ നമ്മളെക്കാളും ശക്തി കുറഞ്ഞവരെയും ഒന്ന് മോട്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഷുഡ് കീപ്പ് ഓൺ സീക്കിംഗ് ഹെൽപ്പ് ആൻഡ് അസിസ്റ്റൻസ് ഓൺ എ ഡെയിലി ബേസിസ്. പല വിധത്തിൽ നമുക്ക് ചോദിക്കാം, വഴി ചോദിക്കാം. സാമ്പത്തികമായിട്ടുള്ള ഹെൽപ്പ് മാത്രമല്ല ഹെൽപ്പ് എന്ന് പറയുമ്പോൾ, അസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ വഴി ചോദിക്കാം. ഒരാളെ മോട്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലുള്ള കുറച്ച് ടെക്നീക്സൊക്കെ നമുക്ക് പഠിച്ചു വയ്ക്കാം. ആ ടെക്നീക്സ് പഠിച്ചു വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കുഞ്ഞുങ്ങളത് കോപ്പി ചെയ്യും. അവർക്കും അവരുടെ ജീവിതം ഒരു വളരെയധികം ഇഫക്റ്റീവായിട്ടുള്ള ഫ്രൂട്ട്ഫുൾ ലൈഫായിരിക്കും അവരുടേത്. പിന്നെ വേറൊരു ഐഡിയ ഞങ്ങൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതും ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പാരൻസിനെ ഉപദേശിക്കാറുള്ളതാണ് സ്ക്രീൻ ഫ്രീ പാരൻറ്റിങ്. സ്ക്രീൻ ഫ്രീ പാരൻറ്റിങ്. ആ സ്ക്രീൻ ഫ്രീ പാരൻറ്റിങ് തുടങ്ങുന്നത് തന്നെ നമ്മളെ ടി വിയിൽ നിന്നുള്ള ആ ഒരു ഓവർ യൂസേജിൽ നിന്നാണ് വരുന്നത്. ടി വി എന്നുള്ള ആ ഓവർ യൂസേജിൽ നിന്നാണ് ഫസ്റ്റ് സ്ക്രീനിനുള്ള ആഡിക്ഷൻ കുട്ടികൾക്ക് വരുന്നത്. പിന്നെ വന്നിട്ടാണ് സ്മാർട്ട് ഫോൺ, മൊബൈൽ, ആ ഒരു രീതിയിലേക്കുള്ള പോണത്. അതും ഞങ്ങൾ പാരൻസിനോട് പറയാറുണ്ട്, ടു ഡിസ്കറേജ് കുഞ്ഞുങ്ങൾക്ക് നല്ല രീതിയിൽ ഓഫ് ദ സ്ക്രീനായിട്ടുള്ള നാച്ചുറൽ ഹാബിറ്റാറ്റ്, നേച്ചറുമായിട്ടുള്ള ഒരു എക്സ്പോഷർ കൊടുക്കാനായിട്ട് ഞങ്ങൾ പറയാറുണ്ട്, ഞങ്ങളിവിടെ പ്രവർത്തിക്കാറുമുണ്ട്. അപ്പോൾ കൂടുതൽ സമയം ഞങ്ങൾ കുഞ്ഞുങ്ങളെ സ്പെൻഡ് ചെയ്യുന്നത് ഇവിടെ ആയിരിക്കും. സ്മാർട്ട് ക്ലാസ് റൂം കഴിഞ്ഞാൽ കൂടുതലും ഞങ്ങളെ കുട്ടികൾ സ്പെൻഡ് ചെയ്യുന്ന ഒരു പ്ലേസാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ ഞങ്ങളുടെ സ്കൂളിൻ്റെ ഒരു ടാഗ് ലൈനാണ് എ സസ്റ്റൈനബിൾ പ്രീ സ്കൂൾ ഫോർ എ ചേഞ്ചിങ് വേൾഡ്. അതും ഫണ്ടമെൻ്റൽസിൽ പെട്ടതാണ്. സസ്റ്റൈനബിൾ, എന്തൊക്കെ സംഭവിച്ചാലും ഞങ്ങൾ പറയുന്നത് തന്നെ പ്രവർത്തിക്കുന്നതേ പറയാറുള്ളൂ എന്നുള്ള ആ ഒരു പ്രീച്ച് വാട്ട് യു പ്രാക്ടീസ് അതുള്ളത് കൊണ്ട് ഞങ്ങളിതിലൊക്കെ വിശ്വസിച്ചിട്ടാണ് നിങ്ങളെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ വേറൊരു അർത്ഥവത്തായിട്ടുള്ള ഒരു ഐഡിയയും പറഞ്ഞു കൊടുക്കുന്നത് ബെഡ് ടൈം സ്റ്റോറി റീഡിങ്. നമ്മൾ എത്ര പേര് ബെഡ് ടൈം സ്റ്റോറി കുഞ്ഞുങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കുന്നുണ്ടെന്നത് അറിയില്ല. പാരൻസ് ആയാലും ഗ്രാൻഡ് പാരൻസ് ആയാലും ഞങ്ങൾ എൻകറേജ് ചെയ്യുന്നതും ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും പ്രാക്ടീസ് ചെയ്യുന്നതും ഞാൻ എൻ്റെ പേരക്കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്, വായിക്കാറുണ്ട് കിട്ടുന്ന സമയമൊക്കെ. അവന് കിട്ടുന്ന വളരെ കുറവാണെങ്കിലും കിട്ടുന്ന ദിവസങ്ങളിൽ ഒരു വൺ ഓഫ് ദ മെയിൻ മീൽസ്
നമ്മൾ പാരൻറ്റ് എല്ലാവരും കൂടെ ഗ്രൂപ്പായിട്ട് കഴിക്കണമെന്നുള്ള ആ ഒരു ഫണ്ടമെൻ്റൽസ് വെച്ചുകൊണ്ട് തന്നെ ഡിന്നർ ടൈം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ വായിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് നല്ല നല്ല ഗദ്യങ്ങളുണ്ട്, പദ്യങ്ങളുണ്ട്, കവിതകളുണ്ട്, ഇംഗ്ലീഷിൽ തന്നെ സ്റ്റോറീസ് ഉണ്ട്. നമ്മൾ ചോദിക്കാറില്ല, അവസാനം പറയില്ല മോറൽ ഓഫ് ദ സ്റ്റോറി ദേ ലിവ്ഡ് ഹാപ്പിലി എവർ ആഫ്റ്റർ എന്ന് പറഞ്ഞിട്ടാണല്ലോ മിക്ക കഥകളും തീരുന്നത്. ഒന്ന് ഓർത്ത് നോക്കിയാൽ നമ്മളെ കുഞ്ഞുങ്ങൾക്ക് ബെഡ് ടൈം സ്റ്റോറി പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ പിറ്റേന്ന് കാലത്തെ അവർ എണീക്കുമ്പോൾ എത്രമാത്രം മോട്ടിവേറ്റഡ് ആയിരിക്കും. അത് മാത്രമല്ല, വേറൊരു സൈക്കോളജിക്കൽ റിസർച്ചിലുള്ളത്, നമ്മൾ എത്രമാത്രം ഉറക്കം വായിക്കുന്നോ അത്രമാത്രം ആ വായിക്കുന്ന ആളുടെ ജ്ഞാനം കൂടുകയും ചെയ്യും, അവരുടെ ഇൻഹിബിഷൻസ് മാറിക്കിട്ടും, സംസാരിക്കാനും ഉറക്കെ എന്തെങ്കിലും പറയാനുള്ള ഇൻഹിബിഷൻസ് മാറിക്കിട്ടും എന്നാണ് പറയുന്നത്. നമ്മളെപ്പോഴും മൗനമായിട്ടിന്ന് വായിക്കാൻ താല്പര്യപ്പെടുന്നവരാണ്. പക്ഷേ നിങ്ങൾ ഇന്ന് മുതലോ അല്ല നാളെ മുതലോ ഇന്ന് മുതലോ നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വായിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകാവുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ദാറ്റ് ഈസ് വാട്ട് യു വെൻ യു റീഡ് അലൗഡ്. മറ്റേ കുഞ്ഞുങ്ങൾക്ക് വായിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നതിനൊപ്പം തന്നെ നമ്മളുടെ കേപ്പബിലിറ്റീസും പോളിഷ് ചെയ്യുകയാണ്. പിന്നെ വേറെ കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കുന്നത്, മോണ്ടിസോറി തിയറി ഞങ്ങളിവിടെ കാര്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അത് വളരെ ഇഫക്റ്റീവായിട്ട് തോന്നിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് തന്നെ സ്മാർട്ട് ലാബ് അവരുടെ ചിലവിൽ മിക്ക സ്കൂളുകളിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് അവരും മോണ്ടിസോറി തിയറി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട്. മോണ്ടിസോറി എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പം ഫ്രീലി മൂവബിൾ സിറ്റുവേഷനിൽ ആ എൻവയോൺമെൻറ്റിൽ കുഞ്ഞുങ്ങൾക്കുള്ള എല്ലാ ഇൻഹിബിഷനും മാറി വരുന്ന ഒരു സിസ്റ്റമാണത്. ഈ ഫണ്ടമെൻ്റൽസൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഞങ്ങൾ. നിങ്ങളെ കുഞ്ഞുങ്ങളിൽ അത് പ്രതിഫലിക്കുന്നുണ്ടെന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ഞാൻ ഈ അവസരത്തിൽ ഞങ്ങളെ വിട പറയുന്ന കുഞ്ഞുങ്ങൾക്ക്, ഈ ഇത്തവണത്തെ UKG കഴിഞ്ഞ് പോണ കുട്ടികൾക്കും അതേപോലെ തന്നെ ബാക്കിയുള്ള കാരണങ്ങളാൽ PG LKG വിട്ടുപോണ കുട്ടികൾക്കും എപ്പോഴും ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ ലൈബ്രറി സിസ്റ്റത്തിൽ കൂടെയാണ്. ആ ലൈബ്രറി സിസ്റ്റവും മിക്കവരും യൂസ് ചെയ്ത് കാണുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അത് പാരൻസ് ഇനി കണ്ടിന്യൂയിങ് പാരൻസ് ഉണ്ടെങ്കിൽ ഞങ്ങളെ ലൈബ്രറി സിസ്റ്റം യൂസ് ചെയ്യുക. അതിലൊരുപാട് ഫലവത്തായ ബുക്കുകളുണ്ട്, അതൊക്കെ എടുക്കാം, വായിക്കാം, തിരിച്ചു കൊണ്ടുതരാം. ഏതൊരു ആനുവൽ ഡേയും ഞങ്ങൾക്ക് സക്സസ് സെലിബ്രേഷൻ ഡേ ആണ്. ഇന്നും അതിനൊരു വ്യത്യാസമില്ല. ഇന്നത്തെ ഈ എല്ലാ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ സ്റ്റാഫിന്, സ്റ്റാർട്ടിങ് ഫ്രം ദ സപ്പോർട്ട് സ്റ്റാഫ് റൈറ്റ് ടു ദി പ്രിൻസിപ്പൽ, ഞാൻ എൻ്റെയും നിങ്ങളുടെയും പേരിൽ നന്ദി പറയുകയാണ്. ഇത്രയും നല്ല അറേഞ്ച്മെൻറ്റ്സൊക്കെ ചെയ്ത് ഈ സ്കൂളിൻ്റെ ചരിത്രത്തിൽ എപ്പോഴും ഒരു ലോയൽ ടീമാണ് ഞങ്ങൾക്കുള്ളത്. വെദർ ഇറ്റ് ഇസ് ദ സപ്പോർട്ട് സ്റ്റാഫ് സ്റ്റാർട്ടിങ് ഫ്രം ദ ജാനിറ്റർ, ഡ്രൈവർ ആയ എല്ലാവരും സ്വന്തം കുഞ്ഞുങ്ങളെക്കാളും സൂക്ഷ്മതയോട് കൂടിയിട്ടാണ് നിങ്ങളെ കുഞ്ഞുങ്ങളെ ബസ്സിൽ വരുന്ന കുട്ടികളാണെങ്കിൽ ബസ്സിലേക്ക് കയറ്റുന്നതും ഇവിടെ ഇറക്കുന്നതും ഒക്കെ. അവർക്കും ഞാൻ സപ്പോർട്ട് സ്റ്റാഫിനും ആൻഡ് റൈറ്റ് ടു ദ പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ, ബാക്കി അക്കാഡമിക് ടീച്ചേഴ്സ്, സ്റ്റാഫിനെല്ലാം എൻ്റെ സിൻസിയറായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി വരും വർഷങ്ങളിലും ഇതിനേക്കാളും മെച്ചമായിട്ടുള്ള ഒരു ആനുവൽ ഡേ ആയിരിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. വിട പറയും മുമ്പേ, എൻ്റെ വാക്കിൽ ചുരുക്കും മുമ്പേ ഒരു റിക്വസ്റ്റ് ഉള്ളത്, നമ്മളിപ്പോൾ കടന്നു പോകുന്നത് വളരെയധികം ടഫസ്റ്റ് ടൈമിൽ കൂടെയാണ്, എസ്പെഷ്യലി ഫിനാൻഷ്യൽ ഡൗൺവേർഡ്നെസ്. ഇപ്പോൾ ഒരുപാട് കാരണങ്ങൾ നിങ്ങൾ അവരവരുടെ ബിസിനസ്സിലും അവരവരുടെ ട്രേഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എൻക്വയറീസ് ഇല്ല, ഡിമാൻഡ്സ് ഇല്ല, സപ്ലൈ ഡിമാൻഡ് വളരെയധികം കുറവ്, ലോജിസ്റ്റിക്സ് സപ്ലൈ ചെയിനൊക്കെ കുറവാണ്. അത് ഞാൻ ഫീൽ ചെയ്യുന്ന ആസ് എ ലീഡർ ഓഫ് ദിസ് ഓർഗനൈസേഷൻ, ഞാൻ കഴിഞ്ഞ 3-4 മാസം കൊണ്ട് കണ്ടിരിക്കുന്നത് എൻക്വയറീസ്, പുതിയ കുട്ടികൾ വരാനായിട്ടുള്ള ഒരു വിമുഖത. മിക്ക പാരൻസും വരും, അന്വേഷിച്ച് പോകും, പക്ഷേ പിന്നെ അവരെ കാണുന്നില്ല. പിന്നെയാണ് ഐ സ്റ്റാർട്ടഡ് എൻക്വയറിങ് ഫ്രം മൈ ഫിനാൻഷ്യൽ കേപ്പബിലിറ്റി. അപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇപ്പോഴുള്ള ഒരു ടെൻഡൻസി എന്തെന്ന് വെച്ചാൽ ക്യാഷ് കയ്യിൽ വയ്ക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസിക്ക് മാത്രമേ ചിലവ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളൊരു സ്കൂളിൽ പോകാൻ നിർബന്ധമാകുന്ന സമയം 5.5 വയസ്സ് 6 വയസ്സാകുമ്പോഴേ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുന്നുള്ളൂ എന്നുള്ള ഒരു മെൻറ്റാലിറ്റി ആണെന്നുള്ളതാണ് ഞാൻ ഒരു ക്രോസ് സെക്ഷൻ സർവേയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഞാൻ ഇപ്പം ഞങ്ങൾ വിട്ടുപോണ പാരൻസിനോടും കണ്ടിന്യൂയിങ് പാരൻസിനോടും പറയുന്നത്, അൽ ഫജർ എന്ന സ്ഥാപനം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഞങ്ങളെക്കൊണ്ട് എന്തെങ്കിലും നന്മ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, പ്ലീസ് ഹെൽപ്പ് us ബൈ ബീയിങ് അവർ മാർക്കറ്റിംഗ് അംബാസിഡേഴ്സ്. നിങ്ങളുടെ സോഷ്യൽ സർക്കിളിലും ഫ്രണ്ട്സിനോടൊക്കെ ഞങ്ങളെപ്പറ്റി നല്ല വാക്കുകൾ പറയുക. നല്ല വാക്കുകൾ പറയാനുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങളെപ്പറ്റി ചെറിയൊരു മാർക്കറ്റിംഗ് നടത്തുക. ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള പാരൻസ് ഉണ്ട്, എന്തെങ്കിലും ഫിനാൻഷ്യൽ ഡിസബിലിറ്റി കേപ്പബിലിറ്റി ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ മാനേജ്മെൻറ്റ് ഒന്ന് സംസാരിക്കാം. ഞങ്ങൾ കാലത്തിനൊത്ത് നടക്കുന്നവരാണ്.
സസ്റ്റൈനബിലിറ്റി കാണിക്കുന്നവരാണ്. ഞാൻ പറഞ്ഞല്ലോ, എ സസ്റ്റൈനബിൾ സ്കൂൾ ഫോർ എ ചേഞ്ചിങ് വേൾഡ്. എന്ത് മാറ്റം വന്നാലും ഞങ്ങളും കൂടെ നിൽക്കണമെന്നുള്ള ആഗ്രഹമുള്ളൊരു മാനേജ്മെൻറ്റാണ് ഞങ്ങൾ. 7 വർഷമായി ഞങ്ങൾ ഇവിടെ ഉണ്ട്. ഇനിയും നിൽക്കാനാണ് ഞങ്ങളുടെ താല്പര്യം. അപ്പോൾ പാരൻസിന് ഇപ്പം പ്രീ സ്കൂളിൽ ചേർക്കേണ്ട കുട്ടികളോ ആരെങ്കിലും വിമുഖത കാണിച്ച് മാറി നിൽക്കുന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവരോട് പറയുക, അൽ ഫജർ വേറിട്ട് നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. എല്ലാവരെയും സഹായിക്കാനുള്ളതാണ്. ഞങ്ങൾക്കും വളരണമെന്നുണ്ട്. അതോടൊപ്പം തന്നെ അർഹിക്കപ്പെടുന്നവരെ സഹായിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അവർ ഞങ്ങളോട് സംസാരിച്ചാലേ ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്തുകൊണ്ടാണ് അഡ്മിഷൻ എടുക്കാതെ. വന്ന് നോക്കി ഇപ്പം നാളെ അഡ്മിഷൻ എടുക്കുമെന്ന് പറഞ്ഞ് പോയവരുണ്ട്. തിരിച്ചു വിളിക്കുമ്പോൾ വരാമെന്ന് പറയുന്നവരുണ്ട്. ATMിലേക്ക് ക്യാഷ് എടുക്കാൻ പോയവരുണ്ട്. എൻ്റെ റൂമിലിരുന്നിട്ട് വൈഫൈ ഉണ്ടായിട്ടും വൈഫൈ ഇല്ല എന്ന് പറഞ്ഞു പോയവരുമുണ്ട്. അപ്പോൾ അതിന് ഞാൻ സ്വയം ഞങ്ങളെ എന്തായാലും ഞാൻ പറഞ്ഞു, ഇറ്റ് ഡസൻറ്റ് അഫക്റ്റ് അവർ റെപ്യൂട്ടേഷൻ. വി ആർ നോട്ട് ബോതേഡ് അബൌട്ട് അവർ നെഗറ്റീവ് റെപ്യൂട്ടേഷൻ. നെഗറ്റീവായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ PTA മീറ്റിങ്ങിലോ അല്ലെങ്കിൽ എൻ്റെ തുറന്നു കിടക്കുന്ന ഡോറിലോ ആരെങ്കിലും വന്ന് സംസാരിക്കാൻ ഞാൻ എപ്പോഴും താല്പര്യപ്പെടുന്ന ആളാണ്. ആരും എന്നോട് ഇതിലൊന്നും പറഞ്ഞിട്ടില്ല. ഐ എം സ്റ്റേഷൻ ഹിയർ ഫോർ ദ ലാസ്റ്റ് 5 months. എല്ലാ 5-6 മാസം കൂടുമ്പോൾ ഞാൻ ഇവിടെ തന്നെ കാണുന്നതാണ്. സോ വൺ റിക്വസ്റ്റ് ഫ്രോം മീ, ബി എ റോവിങ് അംബാസിഡർ, ബി എ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഫോർ അൽ ഫജർ. ഞങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഹെൽപ്പായിരിക്കും. ഏതെങ്കിലും പാരൻസ് pre-KG കുട്ടികളെ അയക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അവരോട് പറയുന്നത് നല്ലൊരു സ്കൂളാണ്, ഫണ്ടമെൻ്റൽസ് പറഞ്ഞു കൊടുക്കുന്ന സ്കൂളാണ്, എ സസ്റ്റൈനബിൾ സ്കൂൾ ഫോർ എ ചേഞ്ചിങ് വേൾഡ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. എൻജോയ് ദ ഈവനിങ്. മേ ഗോഡ് ബ്ലെസ് യു.